കണ്ടോ? നമുക്ക് ഓടി വന്ന ഒരു കറിയിലേക്ക് വരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പൊട്ടിക്കാം. ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ചേട്ടാ, ഞാൻ അധികം വെയിറ്റില്ലാന്ന് വിചാരിച്ചേ. ഇത് പിടിക്കാം, സഞ്ചി എടുത്തിട്ട് ഒരാഴ്ചയോളം വെക്കും. വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വരും. എക്സസൈസ് ചെയ്യാനാ മടിയെന്ന് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കറി വയ്ക്കട്ടെ. പയർ നടന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളുടെ പലരും പറയുന്നുണ്ട് നടണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ, നമുക്കേ എന്താ പറയുക, കറി വെക്കാനായിട്ട് കുറച്ച് നമ്മുടെ ചുവപ്പ് ചീരയ്ക്കും കുറച്ച് കൂടുതൽ തന്നെ അരിയാനുണ്ട്. എല്ലാം എനിക്ക് ആവശ്യമില്ല, പക്ഷെ അരിയാൻ പോകുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം അനിയനൊക്കെ ഉണ്ടാവും, അപ്പോൾ അവനും കൊടുത്തുവിടാമല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മുരിങ്ങക്കായും പൊട്ടിക്കാണ്ട്. എനിക്ക് കഴിഞ്ഞ വട്ടം മുരിങ്ങക്കായും മായും കൂടി കറി വെച്ചപ്പോൾ സ്മിത ചക്കക്കുരു ഇട്ട് വെക്കാൻ പാണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് അങ്ങനെ ചക്കക്കുരു എന്താ പറയുക, ചക്കക്കുരും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങണേ. അപ്പോൾ ചെറുതായിട്ടേ ഇവിടെ മഴയ്ക്കും തൂളുണ്ട് ഇട്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നരിയാനുള്ളതാണ്, പക്ഷെ നമുക്ക് അവിടെ നിന്ന് അരിയാം. അവിടെ ഉണ്ടേ, കണ്ടോ നല്ല ഭംഗിയിൽ ഇപ്പം നിൽക്കണ ടൈമാണ്. കണ്ട ഈ ഒരു സമയത്ത് തന്നെ അരിഞ്ഞില്ലെങ്കിലേ പിന്നെ പെട്ടെന്ന് കതിര് വരെ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അരിയട്ടെ. അപ്പോൾ അതിന് മുന്നേ നോക്കിയേ, നമ്മൾ പയർ നടണത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളുടെ പലരും പറയുന്നുണ്ട് നടണത് കാണിക്ക് സ്മിതയെന്ന്. ഞാൻ പയർ നടണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മുളച്ച് 2 ഇല വന്നുവിട്ടാ. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നടണതും അവർക്ക് ചെയ്യണ ഓരോ എന്താണ് നമ്മൾ ചെയ്യണ ആ കാര്യങ്ങളൊക്കെ ഇട്ടാ. അപ്പോൾ നമ്മൾ ചീര അരിയട്ടെ. നനയ്ക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്തേ, പൈക്ക് വെള്ളം വിട്ടുണ്ട്. നമ്മുടെ ഈ ചീരയില്ലേ ബ്ലാത്താങ്കര ചീര ആട്ടാ, ഒരു പ്രത്യേക ഭംഗിയാണ്. ബ്ലാത്താങ്കര ചീരയ്ക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മളേത് ഓരവട്ടം അരിയണ കാരണമാണ് നോക്കിയേ. ഇത് ഞാനൊരു വട്ടം ഇവിടെ തല അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കണ്ട എത്ര ചില്ലകളെ വന്നേന്ന്. ഇപ്പോൾ ആ ചില്ലകളൊക്കെ ഞാനിതേ ഇതേപോലെ നമ്മൾ അരിഞ്ഞു നിർത്തും. ഇനി അവിടെ നിന്ന് നമ്മളെ ചീരനിപ്പം തന്നെ നനച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവരിങ്ങനെ വളഞ്ഞോളം നിൽക്കണത്. ചീരയ്ക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇവർ നനയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെ വെള്ളം ചീറ്റാട്ടാ, നല്ലതാണത്. നോക്കിയേ കണ്ടോ? അപ്പോൾ ഇതാ ഇത്രയും ചുവപ്പ് ചീരയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചക്കക്കുരു മാങ്ങി മുരിങ്ങക്കായ് ഇട്ടിട്ട് കറി വയ്ക്കണമെന്നുള്ളത്, നമുക്ക് മുരിങ്ങക്കായ് കൂടി പൊട്ടിച്ചിട്ട് ഇനി വീട്ടിൽ കയറാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ കേട്ടാ. മുരിങ്ങക്കായ നമുക്ക്
നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇപ്പം ഞാൻ ഒത്തിരി പേർക്ക് എന്താ പറയുക പൊട്ടിച്ച് കൊടുക്കാനും പറ്റിയിട്ടാ. ഇപ്പം നമ്മുടെ പണിക്കുട്ടികളായാലും ഇപ്പം ഇന്ന് അതായത് പണിക്കുട്ടികൾക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല അനിയനൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ആയിട്ട് കൊടുത്തു വിടാനുണ്ട്. ഒരു 12-13 ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ പൊട്ടിക്കാം നമുക്ക്. ചോട്ടിലത്തേക്ക് ആദ്യം പൊട്ടിക്കാം, പിന്നെ തോട്ടി തന്നെ എടുക്കേണ്ടി വരും. ഇവിടുത്തെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൊമ്പ് ചാഞ്ഞിട്ട് കിടക്കണേ, അവിടേക്ക് പോവാം. ഇത് തോട്ടി വേണം. പൊട്ടിച്ചത് ഇവിടെ ഇരിക്കട്ടെ. മാങ്ങ നമുക്കിവിടെ തന്നെ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. ചിലപ്പോൾ ഒരു പക്ഷെ കൊമ്പ് ചാച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിക്കേ. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പുറത്തേക്ക് കടന്ന് പൊട്ടിക്കാം. ഈ മുരിങ്ങയ്ക്കൊരു കുഴപ്പമുണ്ട്, എന്നിട്ട് അറിയോ, നമുക്ക് പൊട്ടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാട്ടാ. കാരണം എന്താണെങ്കിൽ ഇങ്ങനെ ഉയർന്നു പോവല്ല, ഇങ്ങനെ വളഞ്ഞ് നില മുട്ടിയോടെ എടുക്കുക ഇതിൻ്റെ കൊമ്പുകൾ കണ്ടോ. നമുക്ക് ഓടി വന്ന് ഒരു കറിയിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പൊട്ടിക്കുക. അത്രയും താഴ്ത്തലുണ്ടായി നിൽക്കുക. അപൂർവമാണ് മുകളിലേക്ക്. അത് മുകളിലത്തെ ആ കൊമ്പ് നമ്മളിപ്പോൾ വലിച്ചു പൊടിച്ചില്ലേ, അത് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഇത് നിൽക്കേണ്ടത് സപ്പോട്ട. ആ സപ്പോട്ടയുടെ കൊമ്പുമ്പിക്ക് നിൽക്കണ അല്ലെങ്കിൽ ആ ആളും ചാഞ്ഞിങ്ങനെ വന്നേനെ. ആ ഒരു താങ്ങിൽ നിന്ന കാരണമാണ് അത് ഹൈറ്റിലേക്ക് പോയത്. അപ്പം ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ വിചാരിച്ചത് ഒരു 12 മുരിങ്ങക്കായൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പൊട്ടിക്കാണ്ടാവുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിച്ചു. അതപ്പോൾ നോക്കി എത്രയും പൊട്ടിച്ചു. അവിടെയും കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇനി നമുക്ക് 2 മാങ്ങയും കൂടി പൊട്ടിച്ചിട്ട് പോകാം. 2 എണ്ണം വേണ്ട, ഒരു മാങ്ങ മതി. ഞാനേ ഇപ്പം പൊട്ടിച്ച 2 എണ്ണം ഇത്തിരി മൂത്തതാ, അപ്പം അത് പൊട്ടിച്ചിട്ടതാട്ടാ. ഇതാണ് കൂട്ടാൻ പറ്റുള്ള ചള്ള്. കണ്ടോ, ഈ 2 മാങ്ങ നിൽക്കണ്ടപ്പളേ ഇത് ചനച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് പിന്നെ ചള്ള് കണ്ടോ, 2ൻ്റെ വ്യത്യാസം അറിയാം, മൂത്തതിൻ്റെയും ചള്ളിൻ്റെയും. ഇതാണ് നമ്മൾ കറിയൊക്കെ ഉപയോഗിക്കുക. ഇനി എന്താ പറയുക, അത്യാവശ്യം കുറച്ച് കറികളൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങുള്ളൂ. രാവിലെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പറയണ്ട അല്ലേ. കൊണ്ട് കറി വയ്ക്കില്ലെന്ന് പറയാം. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കറി വയ്ക്കട്ടെ. കുട്ടികൾക്ക് പറ്റണതല്ലത്, പക്ഷെ അപ്പോൾ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനൊക്കെ വേവിക്കും പഠിച്ച് ആക്കിത്തരാം. ഇന്ന് നമ്മുടെ കൊപ്ര ഉണക്കി ആട്ടാൻ കൊണ്ടുപോട്ടാ.
ആ അതുകൊണ്ട് വെക്കാം. നമുക്ക് കുത്തി അമർത്താം. അയ്യോ ഒരു ചെടി ചട്ടി വീടും. ആ ഞാൻ മറ്റേ ജഗുള്ളിൽ വെക്കാം അല്ലേ? എന്തൊരു ചൂടാലേ പേര്. മൂന്നെണ്ണം വെക്കാം സൈട്ടാ, പിന്നെ ആവശ്യം വരാണെങ്കിൽ കൊണ്ടുപോവാ. നമുക്കിവിടെ അടുത്താട്ടാ, കുറെ വഴിയൊന്നും പോണ്ട. അപ്പം ഇനി നമ്മളിതാ കറികളൊക്കെ വെക്കട്ടെ. കറികളൊക്കെ വെച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും പണികളൊക്കെ എടുക്കാനായിട്ട് ഒരു സമാധാനമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എനിക്ക് വെക്കുക അത് ചെയ്യാറില്ല. കാരണം ചീരയൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പാപ്പം പൊട്ടിച്ചു കൊടുന്ന് തോര വെക്കുമ്പോഴല്ലേ രസം കൂടുതലാണല്ലോ. പിന്നെ ഇവിടെ ചീരത്തോരനൊന്നും ആർക്കും ഒരു മടുപ്പില്ല കേട്ടാ, എന്നും വെച്ചാലും കഴിച്ചോളും. കുറേ കൂടുതൽ വയ്ക്കില്ല, കാരണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം ഉള്ളിൽ. ആ ഒരു രീതിയിലാണ് ഞാൻ തോരനൊക്കെ വെക്കുക. പിന്നെ ഇന്ന് മുരിങ്ങക്കായ കൊണ്ട് ഒരു സൂപ്പും കൂടി വെക്കണമെന്ന് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക സൂപ്പ് വയ്ക്കാൻ ഇതാ കുറച്ച് മുരിങ്ങക്കായ നുറുക്കിയിട്ടു, പിന്നെ അതിൽ ഇത്തിരി സബോള ഇട്ടു, 2 പച്ചമുളക് ഇട്ട് വേവാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരിയുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഈ മുരിങ്ങയിലയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചീരലത്തോരൻ എന്താ ഇവിടെ റെഡി ആയിട്ടാ. അപ്പം ഞാൻ ഇന്ന് ഒരു പിടി നാളികേരം ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ചീരലത്തോരൻ എന്താ ഇവിടെ റെഡിയായി. പിന്നെ നമ്മുടെ ഇതാ പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരു ഞാൻ എന്താ പറയുക ഒരു പകുതിയേക്കാളും കൂടുതൽ വേവായി അപ്പോഴാട്ടോ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു പിടി നാളികേരം ചെരുകി ഒന്ന് അരച്ചിതാ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കഴുകിയും കൂടി ഒഴിക്കാം നമുക്ക്. ഇനി ഇതിൽ നമ്മുടെ കടുകും മുളകും വേപ്പിലും കൂടി ഒന്ന് താളിച്ചാൽ മതി. അപ്പോൾ ഈ കറി റെഡി. അപ്പം നമ്മുടെ ഈ നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തള വരുന്നോടുകൂടി ഓഫ് ചെയ്യണം. നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, നമ്മുടെ കറിയുടെ ടേസ്റ്റ് പറയും. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്നിങ്ങനെ നന്നായി ചൂടായി ഒരു അരിവശമൊക്കെ ഇങ്ങനെ തള പോലെ വന്നു തുടങ്ങി. പിന്നെ ഞാനിത് ഓഫ് ചെയ്തു കേട്ടോ. ഇത് താളിക്കണം. പിന്നെ നോക്കി നമ്മുടെ സൂപ്പിന് ഇതാ മുരിങ്ങക്കായൊക്കെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഉടയ്ക്കാം കേട്ടോ. നന്നായി ഉടച്ചിട്ട് നമുക്കിതിൻ്റെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാണ്. നമുക്ക് വെള്ളം ആദ്യം ഊറ്റിയിട്ട് പാത്രത്തിലേക്ക് ആക്കണം. നമുക്കുണ്ടല്ലോ ഇതാ ഒരു അരിപ്പയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ കണ്ടോ ഈ വെള്ളം. ഇനി ഇത് നന്നായി ചൂടാറി കഴിഞ്ഞ് നമുക്ക് ജാറിൽ നന്നായിട്ട് നരച്ചെടുക്കണം. നമ്മുടെ പരിപ്പുമായി മുരിങ്ങക്കായും ഇവിടെ റെഡി ആയിട്ടാ. മുരിങ്ങക്കായൊക്കെ ഇതാ ചൂടാറി നമുക്ക് നേരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നോക്കിയേ നമ്മളിതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കിരിക്കുമോ, ഇത്രയും കൊറ്റനുണ്ട് കേട്ടോ. എന്താ കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്.
തീ കത്തിച്ചൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മെൽറ്റാവട്ടെ. അതിതാ മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കൂടുതൽ കളറൊന്നും മാറണ്ട, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. കുരുമുളക് പൊടിയൊക്കെ ഇനി എരിവിന് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പും റെഡി. അപ്പോൾ ഇതാ നമ്മൾ ഈ പറമ്പിലേക്ക് എത്തി. ഷായട്ടിനാണെങ്കിൽ ഈ പറമ്പിൽ കുറേ നേരമായിട്ടുണ്ട് കേട്ടോ പറമ്പിൽ വന്നിട്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഇടയിൽ ഇടമഴ പോലെ ചെറുതായിട്ട് കിട്ടി തുടങ്ങി. ഇത് കിട്ടുമ്പോൾ എന്നിട്ടാണെങ്കിൽ പുല്ലുകളൊക്കെ എല്ലാവരും ഒപ്പം മുളയ്ക്കണേ, ചെത്തിയാലും കഴിയാത്ത പോലെയാണ്. അപ്പോൾ ഒരുവിധം ഷായട്ടിൽ നിന്ന് ചെത്താൻ പോകുന്ന ഭാഗത്തൊക്കെ ഷായട്ട് ചെത്തുന്നുണ്ട്. എന്നാലും ഷായട്ടിൻ്റെ അടുത്തേക്ക് ആദ്യം പോലെ നമുക്ക് നോക്കിയേ. ഇവിടെ ഒക്കെ നിറച്ച് പുല്ലായിരുന്നു. ഷായട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്തിൻ്റെ ഒരുവിധം ടൈം മുഴുവൻ എന്തായാലും കൈക്കോട്ടായിട്ട് പറമ്പിലുണ്ട്, ഓരോന്ന് ചെത്തലും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നിട്ട് പോലുള്ള പുല്ലിൻ്റെ വരവ് വേണ്ട. പക്ഷെ ഇപ്പോൾ ഇതൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷായട്ടൻ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് എങ്ങനെ പറയാ ഷായിട്ടത്, അതല്ല നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ചെത്തി വരുമ്പോൾ ഈ മഴ ചാറിനാരനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോഴേക്കും മിസൈല് മാതിരി വരാ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ചീര മുളകൊക്കെ വെച്ചിട്ടുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും ഷായട്ടിൻ്റെ വലിയ കൈക്കോട്ട് കൊണ്ട് പറ്റില്ല. അതാണ് കുഴപ്പമുണ്ടാ. മെയിനായിട്ട് കൂടുതൽ വരാൻ കാരണം നമ്മുടെ അവിടെ ഒരു ഗ്യാപ്പില്ലേ ശരിക്കും. അപ്പോൾ ഇതിപ്പോൾ നോക്കിയത് കണിയതിൻ്റെ ഉള്ളിൽ ഞാൻ കൈക്കോട്ട് കൊണ്ട് വന്ന കയറില്ലേ, അപ്പോൾ അതിന് സ്മിതി തന്നെ വരണം. അത് ഈ ഏരിയ നോക്കിയാൽ കണ്ടവാന ഏരിയ ഉണ്ട് ആക്കാൻ. പുല്ലേ അപ്പോൾ ആ ഭാഗത്ത് പോയിട്ട് ഞാൻ പോയി ഒന്ന് വൃത്തിയാക്കട്ടെ. ഷായട്ടൻ ഒപ്പം എൻ്റെ തൊട്ടന്നെ ഉണ്ട്. അപ്പം എനിക്ക് ചെത്താനുള്ള സ്ഥലം ഉള്ളത് ഷായട്ടൻ പറഞ്ഞല്ലോ, അതായത് ഇവിടെ നിന്ന് അവിടെ വരെ നമ്മളിവിടെ ഒരു 80 തൈയോളം 50 തൈ മറ്റേ പച്ചമുളക് തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് പുല്ലാണിപ്പോൾ. കാരണം നമുക്ക് പുല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ പറമ്പിലേക്ക് വരിക. അപ്പോൾ പിന്നെ ഇവിടെ 2-3 ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും അവിടെ പുല്ല് വരും. അപ്പോൾ പുല്ലുവലി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമാണ് കേട്ടോ. അതില്ലാണ്ട് ഒരു ദിവസം പോലും കടന്നു പോവില്ല, എല്ലാ ദിവസവും വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഭാഗം ഏറ്റവും വരെ ഫുള്ള് വൃത്തിയാക്കണം എന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങി നോക്കണേ. വേറെ ഒരു പണിയും ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. നമുക്ക് പൊട്ടിക്കാനുണ്ട്, ഇടയിൽ ഓരോരുത്തർക്ക് പലപ്പോഴും വരുമ്പോൾ ചോദിച്ചു വരുമ്പോൾ അങ്ങനെ പച്ചക്കറികൾ പൊട്ടിച്ചു കൊടുക്കാനുണ്ടാവും എന്നല്ലാതെ വേറെ എക്സ്ട്രാ പണി ഒന്നും എടുക്കണില്ല. ഫുള്ള് ചെത്തണം. എന്തായാലും ഒരു കുറച്ച് മണിക്കൂർ നിന്നാൽ മാത്രമേ എൻ്റെ ഈ ഒരു ഭാഗം വൃത്തിയായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി തണലുള്ളൊരു സ്ഥലമാണ്. മാവിൻ്റെയൊക്കെ അടിയിലായിട്ടാണ് നമ്മുടെ ഇവിടെ മുളകൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഇവിടെ ചെത്താം. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങട്ടെ. ഇപ്പം നമ്മുടെ മണിത്തക്കാളി ആണെങ്കിലോ നമുക്ക് എല്ലായിടത്തും മണിത്തക്കാളി തന്നെ മുളയ്ക്കുന്നതാണ്. പിന്നെ കയ്പ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഇപ്പം ഞാൻ ഈ 80 മുളക് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ. ഏതാണെന്നറിയോ, നമ്മുടെ കിഴക്കൻ മുളക് ഇതാ ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളവരൊക്കെയുണ്ടോ. അപ്പോൾ തുടക്കം മുന്നേ ആദ്യം ഉണ്ടായവരൊക്കെ ഇത് പൊട്ടിച്ചു കൊണ്ട് പോകണം. കാരണം എല്ലാ മുളക് കടയുമേയും ഓരോ പോലെ മുളക് പിടിക്കും. അതാണ് ഇങ്ങനത്തെ ഈ മുളകിൻ്റെ പ്രത്യേകത. അതിങ്ങനെ താഴ്ത്തിക്കാണ് എടുക്കുക കേട്ടോ, നല്ല ഭംഗിയെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട പുല്ല്, ഈ പുല്ലൊക്കെ ചെത്തിക്കൂട്ടി ഇവരെ കടക്കിലേക്ക് തന്നെ ഇടണം. അപ്പം ഞാനേ പതുക്കെ തുടങ്ങട്ടെ. എന്തായാലും ആദ്യം നമ്മുടെ ഉണ്ടമുളക് തൈകൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇത്തിരി പുല്ല് കുറവുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ചെത്തല്ലേ. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കൂടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെത്തി വരെ കടക്കിലേക്ക് തന്നെ ഇടും കേട്ടോ. എന്നിട്ട് ഈ പുല്ലിനെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവരെ കട വൃത്തി ഇങ്ങനെയാട്ടോ ചെയ്യാൻ.
ഈ നമ്മുടെ പച്ചമുളകിൻ്റെ കടക്കിലേക്ക് ഇവരെ വളർച്ചയ്ക്ക് അനുസരിച്ച് മണ്ണ് ഇങ്ങനെ ചെത്തി കൂട്ടിയിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് നല്ല വളർച്ച വരും. കണ്ടോ ഇങ്ങനെ പുല്ല് കിട്ടും. ഈ പുല്ല് നമുക്ക് ഇവിടേക്കിടാം. ലാസ്റ്റ് എന്നിട്ട് ആ പുല്ല് കൊണ്ടിട്ട് വാഴയുടെ കടക്കിലേക്കിടാം. ഇവരെ കടക്കിലേക്കാണെങ്കിൽ മണ്ണാവും ചെയ്യും. ഓരേ ചീരക്കറകളൊക്കെ തന്നെ മുളച്ചിട്ടുള്ള കേട്ടാ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ ഈ നമ്മുടെ ഈ കുഞ്ഞു കൈക്കോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്. ഈ അടുത്തു കൂടി ഒരു കമൻറ്റ് വന്നോട്ടാ, നിങ്ങൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ബാക്കിൽ വേറെ പണിക്കാരുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ. ഒറ്റ പണിക്കാരില്ല, ഞാനും ഷായേട്ടനും മാത്രമാണ് നമ്മുടെ വീട്ടിലത്തെ പണിക്കാർ. ഞങ്ങൾക്ക് പിന്നെ ഇതൊരു പണിയായിട്ട് തോന്നാത്ത കാരണം നമുക്കങ്ങനെ പണിക്കാർ എന്നുള്ളതൊരു ഫീലിങ്ങൊന്നുമില്ല. ഒരു രസം. എനിക്ക് കൈക്കോട്ട് കായ്ക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യമില്ലേ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എക്സസൈസ് ചെയ്യാനാണ് മടിയെന്ന്. എനിക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് അതിനൊരു സമയം കളയാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇഷ്ടം. അതെനിക്കറിയില്ല അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എന്തെങ്ങനെ ആയിപ്പോയെന്ന്. എനിക്ക് തന്നെ അറിയില്ല. ആ ഷായൻ്റെ കൂടെ കൂടിയിട്ടായിരിക്കണം. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഞാൻ ഷായൻ്റെ ഈ കളയും. പിന്നെ ഇവിടെ ഷായൻ്റെ ഇവിടെ വീട്ടിൽ അമ്മയാലൊക്കെ അതെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കേ. ഇപ്പോൾ കണ്ടോ മുളകിൻ്റെ കരക്കിലേക്ക് നമ്മൾ മണ്ണിങ്ങനെ ചെത്തി കൂട്ടും. പുല്ലടക്കം എന്നിട്ട് ആ പുല്ലിലിങ്ങനെ കുടഞ്ഞെടുത്ത് കളഞ്ഞാൽ നല്ല ഭംഗിയായി കിട്ടും നമ്മുടെ സ്ഥലം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനെ കിട്ടുന്നത് വാഴയുടെ കടയ്ക്ക് പപ്പേരെ കടക്കിലേക്ക് ഇടും. എന്നിട്ട് മണ്ണ് മുകളിലേക്ക് ഇടും. അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം. ഇവിടെ ചെറിയ തൈകളാണ്. അപ്പോൾ ചെറിയ തൈകളാകുമ്പോൾ എനിക്ക് ആക്കാൻ സുഖമാണ്, എളുപ്പമാണ്, അതിങ്ങനെ പെട്ടെന്ന് ആക്കാൻ പറ്റും. പക്ഷേ സ്മിത ആക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉയരാ മുളക് തൈകൾ, അതൊക്കെ മുളകായി നിൽക്കുന്നതും. അത് സ്മിതയ്ക്ക് ഇനി പറ്റുള്ളൂ. എന്തായാലും അതിൽ നമുക്ക് പറ്റില്ലേ. അത് കുഞ്ഞു കൈക്കോട്ട് കൊണ്ടുവന്നിട്ട് തന്നെ ആക്കണം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. നമ്മളേ ഇത്ര നേരം അവിടെ ചെത്തിയ പോലെയല്ല, ഈ ഭാഗത്ത് ചെത്തുമ്പോൾ മുളകും കടേനെ ഒതുക്കി പിടിച്ച് വേണം ചെത്താനായിട്ട്. ഇതിങ്ങനെ ഓരോ അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മണി തക്കാളി കൂടി മുളയ്ക്കണായിരുന്നേ കളയാനും തോന്നണില്ല. ഇതേപോലെ ചെത്തി കൂട്ടാണ്. നമ്മുടെ ഈ മുളകിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊമ്പൊടിയേ അങ്ങനെയുണ്ടല്ലോ. കടക്കിലേക്ക് മണ്ണ് വേണം.
പുല്ലാണെങ്കിൽ പൂവും വേണം. ആ വെയിലെന്നുള്ള നല്ല എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പുഴുക്കം, ഭയങ്കര പുഴുക്കം. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇത് അതാണ്. കാരണം കണ്ടോ നല്ല തണലുണ്ട്, ഈ പുഴുക്കാണ് നമുക്ക് പറ്റാണ്ടിരിക്കണേ. ഇതേ ഏതാണ്ട് ഇപ്പോൾ പകുതിയോളം കഴിഞ്ഞു കിട്ടാ, ഇതേ പകുതി ഞങ്ങളും കൂടെ ഉള്ളു. ഷായിട്ട് പിന്നെ അവിടെ ചെത്തണ കാരണം 2 പേരും കൂടി ഒരുമിച്ച് വന്ന് കൂട്ടിമുട്ടും. ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യണേ. പുല്ല് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് കൊഴിയാ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉറപ്പിച്ച് വന്നായിരുന്നു, എന്തായാലും ഇവിടെ എത്ര സമയം എടുത്തിട്ടായാലും ഇവിടെ വൃത്തിയാക്കി എടുക്കുന്നു. വൃത്തിയാക്കി എടുത്തു കിട്ടാ. ഇത്രയും പുല്ല് കിട്ടി. പക്ഷെ എത്ര പുല്ല് കിട്ടിയാലും ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഒരു സന്തോഷം. അയ്യോ അവിടെ കുറച്ച് പുല്ല് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കട്ടെ. പിന്നെ വലിക്കുന്നിടത്ത് കൂട്ടിയിടലായേ. ഓരോ വട്ടം വലിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് നോക്കിയില്ല. ഇനി ഇവിടെ നിന്ന് ഈ പുല്ലെടുത്തിട്ട് നേരെ നമ്മുടെ വാഴയുടെ കടക്കി കൊണ്ടുവരട്ടെ. ഇത്തിരി വെയിലൊക്കെ ആയി. അങ്ങനെ നമ്മുടെ പുല്ലിൻ്റെ പണികൾ കഴിഞ്ഞു. ഇനി വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. നമ്മുടെ പണിക്കുട്ടി വീട്ടിൽ പോകാറായിട്ടുണ്ട്. അപ്പോൾ അവൻ കുറച്ച് ചീര വേണ്ടായിരുന്നു. അപ്പോൾ അതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദാഹം നിർത്ത് നേരെ അവനത് കൊണ്ടുകൊടുക്കാൻ പോവാം. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരണം കേട്ടോ. കാരണം അനിയനുണ്ട്, അവന് കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കണം കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. ഇവൻ പിന്നെ മുന്നേ പറഞ്ഞു, ചേച്ചി ഞാൻ നേരത്തെ പോവും, അപ്പോൾ എനിക്ക് അരിഞ്ഞ് വെച്ചോളൂ എന്ന്. അപ്പോൾ പിന്നെ നേരത്തെ അവൻ അരിഞ്ഞ് വെച്ചു. സഞ്ചി എടുക്കണ വെക്കാൻ പറ്റൂത്? അല്ലെങ്കിൽ വേണ്ട, ഞാൻ സഞ്ചി തരാം. ഇത് പിടിക്കാം, സഞ്ചി എടുത്തിട്ട് തരാം. വലിയ സഞ്ചി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അതെ, ചീരലയുടെ കൂടെ കേട്ടാ ടേപ്പ് വെച്ചോ. അങ്ങനെ ചീര കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ ചീര പോകും. വേപ്പില പിന്നെ കുഴപ്പമില്ലാണ്ടിരുന്നോളൂ. ഉന്നോട് അന്വേഷണം വന്നോട്ടെ. നമ്മുടെ പണിക്കുട്ടികൾ വീട്ടിൽ പോണ ദിവസം അവർ ഇവിടെ എന്താ പച്ചക്കറികളെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി. നമ്മുടെ കൊപ്രാട്ടി വന്നുട്ടാ. എനിക്ക് പോകുന്നില്ല, ചായിട്ട് തന്നെ കൊണ്ടുപോയിക്കേണ്ടി വരും. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പിടിക്കണ കൊപ്പറ രണ്ടാളും കൂടി പിടിച്ച് വെച്ച് പിണ്ണാക്കിട്ടാ. നല്ല വെയിറ്റ് ഉണ്ട്. അത് ഞാൻ വിചാരിച്ചു ഭാരം ഉണ്ടാവില്ല പിണ്ണാക്കാവുമ്പോ. എവിടെ? അപ്പൊ ഇനി നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ,
നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തന്നെ നമ്മൾ വെക്കും, ഒരാഴ്ചയോളം വെക്കും. വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വരും. അതിന് ശേഷമാണ് നമ്മളിത് ഊറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കും. അപ്പോൾ കേടാവാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വെളിച്ചെണ്ണയ്ക്ക് ഊറ്റി വയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. 1 വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ആട്ടി വയ്ക്കുക. അതിനും കൂടുതലും നിൽക്കൂട്ടെ എനിക്ക് കൂടി. ഇനി അടുത്ത വർഷമാണ് നമ്മൾ കൊപ്രയുടെ പണികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനേ നമ്മുടെ ഇവിടുത്തെ പറമ്പിലേക്ക് പോന്നു കേട്ടാ. അപ്പോൾ എൻ്റെ അനിയനെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവനെ ചെറിയൊരു പണിയുടെ ആവശ്യത്തിന് ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പൂമ്പിക്ക് അവന് കുറച്ച് പച്ചക്കറികൾ, അതായത് മാങ്ങയും നമ്മുടെ ചീരയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാന്ന് വെച്ചിട്ട് പോകുന്നത്. അപ്പോളേ ആദ്യം നമുക്ക് മാങ്ങ പൊട്ടിക്കാം. നല്ല സുഖാട്ട് ഈ തോട്ടി മാങ്ങ പൊട്ടിക്കാനായിട്ട്. നമ്മൾ ഈ തോട്ടി എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഈ തോട്ടി എവിടെ നിന്ന് മേടിക്കാറുള്ളത്. ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ തൃശ്ശൂർ അഗ്രോ ബസാറിനായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ തോട്ടി. അപ്പം നമ്മളിതാ ഇത്രയും മാങ്ങയായിട്ട് പൊട്ടിക്കണേ. കാരണം ഇത് 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചണിക്കേണ്ട പാകവും നല്ല രസമുണ്ടാവും. അപ്പം ഇനി അന്ന് പൊട്ടിക്കാം. ഇതിപ്പോൾ അവനെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ കൊണ്ടുപോണതാ. ഇനി നമ്മുടെ സുന്ദരി ചീരയായിട്ട് അരിയണേ. അപ്പോൾ ഇത് ഇപ്പോഴേ അരിഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മളൊന്നും ഒരുപാട് അരിഞ്ഞില്ലേ, അപ്പോഴേക്ക് ഇതാ വീണ്ടും നന്നായിട്ട് പൊട്ടിച്ചനച്ചൂട്ടാ. അപ്പം അരിയട്ടെ. വേണ്ടോ? അതെ, എത്രയും സുന്ദരിച്ചിരി കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തേ. സുന്ദരിച്ചിരിയുടെ ഭംഗി കളറാണ് ഭംഗി. ഇനി നമുക്ക് കുറച്ച് പച്ചച്ചീരി കൂടി അരിയാം. നമ്മുടെ സുന്ദരിച്ചീരിയായി. നമ്മുടെ പച്ചച്ചീരി അരിയട്ടെ. ചീര പിന്നെ നമുക്ക് നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചീര നമ്മൾ പറിച്ച് നട്ടിട്ടുള്ളത് നമ്മുടെ ചീര കേട്ടാ. നമുക്ക് ചീര നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും, നമ്മുടെ പറമ്പിൽ നടന്നരിയ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അരിഞ്ഞു, അത് കഴിഞ്ഞിട്ടേ നടന്ന് ഇങ്ങോട്ട് അരിഞ്ഞു. നോക്കി നമ്മുടെ കോളിഫ്ലവർ നിൽക്കണേ ഉണ്ടോ? ഇതൊക്കെ നല്ല ഭംഗിയിലായി വരുന്നുണ്ട് കേട്ടാ. ഇനി അതേപോലെ എവിടെ കൂടി കുറച്ചുകൂടി നടന്നരിയാം. അപ്പം ഞാനിതാ എത്രയും ചീര അരിഞ്ഞിട്ട് കേട്ടാ. അപ്പോൾ ഇതാ ചീരയ്ക്ക് നമുക്ക് ഇതാ വാഴവള എടുത്തിട്ടുണ്ട്. അതൊന്നൊന്ന് കെട്ടി വെക്കട്ടെ കേട്ടാ. സുന്ദരി ചീര നമ്മുടെ അവിടുത്തെ പറമ്പിലിട്ടാ നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതാ നമ്മുടെ ചീരയായി. ഇനി നമുക്ക് ഒരു നമ്മുടെ ക്യാബേജ് കൂടി പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ്. ക്യാബേജായി. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞരിഞ്ഞിട്ട് കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചത് ഇത്രയും സാധനങ്ങൾ കേട്ടോ. നമ്മുടെ ക്യാബേജും നമ്മുടെ സുന്ദരിച്ചീരിയും പിന്നെ നമ്മുടെ പച്ചച്ചീരിയും പിന്നെ നമ്മുടെ മൂവാണ്ടം മാങ്ങി. ഇനി ഇതൊക്കെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ.
അപ്പൊ ഇതാ ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു കേട്ടാ. ഒരു അടിപൊളി കറിയാട്ടോ അത്. ഈ മഞ്ഞക്കറിയില്ലേ നമ്മുടെ പരിപ്പും മാങ്ങയും ചക്കക്കുരക്കും ഒരു പ്രത്യേക മണ, നല്ല രസം. മണം കിട്ടുമ്പോഴേ നമുക്ക് വിശപ്പ് വരും, അത്രയും നല്ല കറിയാ. അതും ചീരത്തോരനും. അത് നമ്മുടെ വളാത്താങ്കര ചീരയല്ലേ? അടിപൊളി. നമ്മുടെ സൂപ്പിന്റെ രസം ഒരു സൈഡ് രസാ കഴിയാൻ. ഒരു ചെറിയൊരു കുത്തുണ്ട് എന്നുള്ള അതിപ്പോ എല്ലാവർക്കും ചിലപ്പോ ഇഷ്ടപ്പെടുന്നില്ല. മുരിങ്ങക്കായ ഒരു ഗ്ലാസ് കണ്ടമാനം കഴിക്കണ്ട, കുറച്ച് രസാ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചില എന്താ പറയുക ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലേ നമ്മൾ വെറുതെ ഇതിൻ്റെ സത്ത് എടുത്തിട്ടില്ലേ, നീരെടുത്തിട്ട് അതിൽ നമ്മൾ മെഴുക്ക് പൂട്ടിക്ക് ഉള്ളി മുളകും വെളുത്തുള്ളിയും കൂടി ചാലിച്ചിട്ട് ഇടില്ലേ, അതേപോലെ ചാലിച്ചിട്ട് ഈ വെള്ളയിൽ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാട്ടോ. അത് നല്ല രസം തന്നെയാണ്. ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ആ മുരിങ്ങക്കായുടെ കുത്ത് കുറച്ച് കുറയും അങ്ങനെയാകുമ്പോൾ. നിർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വെടിയായിട്ട്